ഇക്കടറാ, കം ഹിയർ. ഇവിടെ വരൂ. ഗോപി, ആ മരുമോളുടെ കല്യാണം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? നോ വൺ ആസ്ക് കൃഷ്ണവേണി. ഇതൊരു വലിയ ശിക്ഷയായി പോയി. ദിസ് വാസ് ടു മച്ച് ടു ബെയർ. ഇതിനകത്ത് നിങ്ങളുടെ മോളാണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടി. I couldn't even see her. I know. She's here. Inside. ఇనకాలేదు. ఇది ఇల్ల. ఇంకా లేదు. ഏത് ഭാഷയിലായാലെന്താ, കരച്ചിലൊക്കെ ഒരുപോലെ തന്നെ. എനിക്കറിയാം, അയാളൊരു സ്ട്രേഞ്ച് കേസുമായിട്ട് ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു. വീട്ടിലാണ് വന്നത്, രാത്രി. നമസ്കാരം. ഞാൻ ഗോപിനാഥൻ മേനോൻ. എഞ്ചിനീയറാണ്. ഇവിടെ എംപയർ ബിൽഡേഴ്സ് ജോലി ചെയ്യണം. അകത്തേക്ക് വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? അല്ല, അത് സാരമില്ല. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വന്നാ. എൻ്റെ ഒരു പരിചയക്കാരന് ഒരു പരാതി ഉണ്ടായിരുന്നേ. അയാളുടെ കുറേ സാധനങ്ങൾ മോഷണം പോയി. പരാതിയൊക്കെ സ്റ്റേഷനിലല്ലേ? അല്ല, ഇതൊരു പ്രത്യേക പരാതിയാണ്. ആരായാള്? ഒരു കള്ളനാ. കള്ളനോ? ആരായാളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത്? ഒരു പോലീസുകാരനാ. എന്താണ് മിസ്റ്റർ, നിങ്ങൾക്ക് വട്ടാണോ? കള്ളന്റെ മുതൽ പോലീസുകാർ മോഷ്ടിക്കുകയോ? എന്നിട്ട് എവിടെയാ കള്ളൻ? ഇങ്ങോട്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. നീ ആരാടാ? കള്ളൻ. പേര് പറടാ. തൊരപ്പം വാസു. റാസ്കൽ. തൊരപ്പത്തിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. എന്തൊക്കെയായിരുന്നടാ നിന്റെ സാധനങ്ങള്? ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ, വായിക്കേ. ചെറിയ മണ്ണെണ്ണ സ്റ്റവ് 1, തകരപ്പാട്ട 1, സ്വർണ്ണമാല 2 പവൻ്റെ 1, പുല്ലുപായ 1, സ്വർണ്ണമോതിരം 1, പ്ലാസ്റ്റിക് ബക്കറ്റ് 1, പാൻസ് 2, ഷർട്ട് 4, ബ്രാസിൻ്റെ ടേബിൾ ലാമ്പ് 1, അലൂമിനിയം പാത്രങ്ങൾ ചെറുതും വലുതും 4, ഹാർമോണിയം 1. അതെവിടെ നിന്നാണ് നിന്റെ ഹാർമോണിയം? കട്ടതാ. കളവ് മുതൽ കളവ് പോയി എന്നാടാ പരാതി. അത് കട്ടതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതാ. എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ കണ്ട കള്ളന്മാരുടെ വക്കാലത്ത് പറയാൻ തന്റെയൊക്കെ പണിയല്ലേ? എഞ്ചിനീയർമാരും ഡോക്ടർമാരും പുരോഹിതന്മാരും പോലീസുകാരും കള്ളന്മാരും ഒക്കെ മനുഷ്യന്മാര് തന്നെ സാറേ. അയാൾ എന്നാ കള്ളന് വേണ്ടി ഒരുപാട് നേരം എന്നോട് തർക്കിച്ചു. എനിക്ക് അയാളുടെ വാദഗതികൾ ഖണ്ഡിക്കാനായില്ല, അയാളെ സഹായിക്കാനുമായില്ല. രേണുവിന്റെ ചേട്ടച്ചാരെ ആളൊരു വഷളാട്ടോ. അയ്യോ, അതൊരു പാവമാ. പാവമൊന്നുമല്ല, അതിന്റെ നോട്ടം കണ്ടിട്ട് മഹാപെശക. ചേച്ചേ, നിനക്ക് എല്ലാ ആണുങ്ങളെയും സംശയ. ആണുങ്ങളൊക്കെ ബോറന്മാര് തന്നെയാ. Who speaks against men here? ഹായ് മുരളി. ഡൽഹിനെ പറ്റി കാലത്തെത്തി. മുരളി ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്. ഷീസ് രേണുക. We were together in Mumbai. Hi. And you're with? ഞാൻ അവിടെ പഠിക്കുകയായിരുന്നു. All right. Her father was income tax commissioner there. അവളുടെ അച്ഛൻ റിട്ടയർ ആയപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നു. And then she was with me. ജേർണലിസവും പഠിത്തവും കഥയെഴുത്തും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ കൂടി. Oh, so you're a writer, eh? She has published 3 books, sir. Sorry, ഞാനൊന്നും വായിച്ചിട്ടില്ല. അത് മുഖം കണ്ടാലേ അറിയാം. Well, I don't read Malayalam. And the books are in English. Well, honestly, the only books I read, books on art,
ഇറ്റ്സ് ഓക്കെ മുരളി. Hey, who is this guy? ഇത് രേണുകയുടെ ഫ്രണ്ട് ഗോപിനാഥൻ മേനോൻ. ഹീസ് നോ മോർ. I see. എപ്പോഴാണ് നിന്റെ വിദേശയാത്ര? തീരുമാനിച്ചിട്ടില്ല. Hey, I know this guy. Yes, I know him. ഞാൻ ഇയാളെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. How come? ആകെ ഒരു തവണ മാത്രമേ ഞാൻ അയാളെ കണ്ടിട്ടുള്ളൂ, ഒരു രാത്രി. പക്ഷേ എനിക്ക് അയാളെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ജിജോയുടെ ബാച്ചലർ പാർട്ടിയാണ്. ഐ ഷോട്ട് ദിസ് ഫോർ ഹിം. പക്ഷേ ആ തെണ്ടി ഇതുവരെ കാസറ്റിൻ്റെ പൈസ പോലും തന്നിട്ടില്ല. ഞാനിവിടെ ഹെൽസിങ്കി പോയപ്പോഴാണ് നമ്മുടെ നാടിനെ പറ്റി മനസ്സിലാക്കിയത്. ഇതെന്റെ ഫ്രണ്ട് ഗോപി. ഹലോ. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ ഫേമസ് തിരുമേനി. ഹാവ് എ നൈസ് ടൈം. ഓക്കെ. എന്തേ തനിക്ക് ബോധിച്ചില്ലേ? തിരുമേനി പറയുന്ന ഒരു നല്ല കാര്യങ്ങൾ. സംശയിച്ച് നിൽക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അങ്ങനെയൊന്നും അല്ല തിരുമേനി. പിന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ തെളിച്ച് പറയാ. ഇത് വരില്ല. ഇവിടെ പറയടോ. എന്ത് കഷ്ടം. നമ്പൂതിരിമാരോട് തർക്കിക്കണമെങ്കിൽ അത്യാവശ്യം വായനാശീലമൊക്കെ വേണം. ശൂദ്രന്മാർക്ക് അത് എവിടെ നിന്നുണ്ടാവാനാ? ഒന്ന് പിടിച്ചേ തിരുമേനി. ഒന്നും കൂടി വരും. ഓ വരാം, ഉത്തരം കിട്ടിയാ മതി. എവിടേക്ക് കാണിച്ചാ വരാം. വരുന്നേ. ഇത് പിടിക്കപ്പോ വരാം. പറയാ. ഉത്തരം പറയാ. എന്താ കുട്ടി ഇങ്ങനെയൊക്കെ? കഴിക്കോളൂ, ഒക്കെ ഭേദാവും. വേഗം. തിരുമേനിയുടെ നാടെവിടെ? ഞാൻ കാട്ടിയ കരണ്ടാട്ടാ, പൊക്കോളൂ. എന്ത് പണിയാണ് ഇഷ്ട? നീ ഇതിന്റെ ഒരു കോപ്പി ഇവൾക്ക് കൊടുക്കണം. ഓ യാ, ഷുവർ. Let's go. Yeah. Hey Murli, will you drive us back? ഓ യാ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല, അയാൾ എന്തിനായിരുന്നു? ഹലോ മോളെ, ഇത് ഞാനാ. എന്താ ഇത്ര വൈകിയത്? ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന് വിളിച്ചോണ്ട് വരാം. സ്കൂട്ടറിൽ വേണ്ടേ? ഓ. ഹലോ, ഞാൻ കാലത്ത് എത്തിക്കോളാം ചേച്ചി. ഗുഡ് നൈറ്റ്. ചേട്ടൻ രാത്രി വന്ന് വിളിച്ചോണ്ട് പോവാന്ന്. ഞാൻ പറഞ്ഞില്ലേ അയാളൊരു സന്ദർഭം നോക്കിയിരിക്കാന്ന്. നീ പോടി. സാറേ, എന്താ? ആരാ? കള്ളനാ. പക്ഷെ സത്യമായിട്ട് ഇപ്പൊ കണ്ടിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോ നോക്കി നിന്നുപോയതാ. ചിത്രത്തിലുള്ള ആളെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തെ പോലെ ഒരാളെ അറിഞ്ഞാ പിന്നെ മറക്കൂല.
അദ്ദേഹം മരിച്ചുപോയി എന്നറിയോ? എന്റെ ദൈവമേ, എപ്പോഴ്? സാറേ, ഞാൻ അറിഞ്ഞില്ല സാറേ. ഒരു മോഷണ കേസിൽ 6 മാസത്തെ തടവും കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ ചെന്നത് പുഷ്പാങ്കദം പോലീസിൻ്റെ വീട്ടിലേക്കാണ്. നേരെ പോയാൽ മതി. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഞാൻ പുഷ്പാങ്കദം പോലീസിനെ ഏൽപ്പിക്കുക. നീ ഏത്? അയ്യോ, പോലീസ് ഞാൻ വാസു, തുരപ്പൻ വാസു. യാത് തുരപ്പൈ പോടേ. പക്ഷെ ഇത്തവണ അയാൾ എൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി. എന്നെ പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. ചാച്ചി, ഒരു ജീവിതകാലം മുഴുവൻ മോട്ടിച്ചുണ്ടാക്കിയ മുതല ചതിക്കരുത്. കണ്ട കള്ളന്മാരുടെ മുതലുകൾ മോട്ടിക്കലാണടാ ഞങ്ങളുടെ ജോലി. നീ ആരുടെ മുറ്റത്തുനിന്നായി പറയുന്ന നോർത്താ? അയ്യോ, ഇതും ഞാൻ കട്ടതാ. ചാച്ചി, കണ്ടവന്റെ മുതല ശാപം കിട്ടും. ആ മനുഷ്യൻ തിരിച്ചിങ്ങ് വരണേ മുമ്പേ പോവാൻ നോക്കടേ. ഞാനിനി എങ്ങോട്ട് പോവാൻ ചാച്ചി? എന്താ ബഹളങ്ങള്? എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പെങ്ങന്മാരെ. ഞാൻ അങ്ങനെ ഇരുന്ന് കരയുക. അപ്പോഴാ സാറതിരെ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ ഇവിടെ വന്നേ, ഇവിടെ വാടോ. എന്തിനാടോ ഇങ്ങനെ റോഡിലിരുന്ന് കരയണേ? എൻ്റെ എല്ലാം പോയി സാറേ. ഏതാ താൻ? ഞാനൊരു കള്ളനാ. അത് ശരി. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് പോണത്. ഇത്തവണ അയാളെല്ലാം അടിച്ചു മാറ്റി. എന്നിട്ട് എന്നെ കണ്ട പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എൻ്റെ ഹാർമോണിയം പോയതാണ് സാറേ കൂടുതൽ സങ്കടം. താൻ കരയണ്ട. ഞാൻ നശിച്ചു സാറേ. അങ്ങനെയൊന്നും പറയല്ലേ. വാ, നമുക്ക് വഴിയുണ്ടാക്കാം. സാറൊന്ന് ജയിലിൽ പോയി കിടന്നു നോക്കണം. ചില നേരത്തെ ദാഹിച്ച പച്ചവെള്ളം പോലും കിട്ടത്തില്ല. അദ്ദേഹം എന്നെ ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ. കണ്ടവന്റെ മുതൽ മോട്ടിച്ച് നോക്കണം, അപ്പൊ അറിയാം വേദന. നീ ആരാടാ? കള്ളൻ. പേര് പറയടാ. തുരപ്പൻ വാസു. തുരപ്പൻ നിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. ആ കൊശവൻ ഇൻസ്പെക്ടർ ഞങ്ങളെ സഹായിച്ചില്ല. എങ്ങനെയുണ്ടോ? കൈ തരിക്കുന്നു സാറേ. കക്കാനാ? കക്കാനും വായിക്കാനും. എടാ പെരുങ്കള്ള, തനിക്ക് ഞാനിത് വാങ്ങിച്ചു തരാൻ പോവാ, മനസ്സിലായോ? ഓ, വാങ്ങിച്ചു തന്നില്ലെങ്കിലും കാണിച്ചു തന്നാ മതി സാറേ. സ്ഥലം മനസ്സിലായല്ലോ. അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു. ഞാൻ പോട്ടെ പെങ്ങന്മാരെ.
രേണു, നീ എൻ്റെ മൊബൈൽ കണ്ടോ? ഇവിടെ വച്ചിരുന്നു. എന്റെ പേഴ്സും കാണാനില്ല. പ്ലീസ് കം. സോറി, കൊലപാതകങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാറില്ല. ആത്മഹത്യയാണെങ്കിൽ പറയൂ. ഹലോ, ആരാ? പറയൂ. 8:45 ഏത് പാലത്തിന്റെ? ബോർഡ് തിരിച്ചറിയാൻ പറ്റുമോ? ആ, ഓക്കെ ഓക്കെ. ആ, ആരാ ആത്മഹത്യ ചെയ്തത്? ഞങ്ങളല്ല. ഇരിക്കൂ. ഞങ്ങളൊരു സ്ക്വാഡാണ്. സ്ക്വാഡ് സ്റ്റഡിങ് സൂയിസൈഡ്സ്, SS സൂയിസൈഡ്സ്. കേരളത്തിൽ സംഭവിക്കുന്ന ആത്മഹത്യകൾ പഠിക്കുക. ഇന്ത്യയിൽ ആത്മഹത്യകളുടെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണല്ലോ. അതിൻ്റെ കാരണങ്ങൾ എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടെത്തുക. ഇതാണ് ഞങ്ങളുടെ മിഷൻ. ഞാൻ ഡോക്ടർ കാലിഗാരി. ഇനി പറയണം, ആരാള് ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഗോപിനാഥ മേനോൻ ആത്മഹത്യ ചെയ്തത് 2002 മാർച്ച് 2-ന്. ഗോപിനാഥൻ മേനോൻ. Look there. ഇയാളുടേതൊരു സ്ട്രേഞ്ച് കേസാ. വ്യക്തമായ ഒരു മോട്ടീവ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ശ്യാമള, ഗോപിനാഥൻ മേനോന്റെ ഫ്ലാറ്റിലെ ജോലിക്കാരിയായിരുന്നു. മരിക്കുന്നതിന്റെ തലേദിവസം രാത്രി ഗോപിനാഥ മേനോൻ കൂട്ടുകാരുമായി ഫ്ലാറ്റിൽ മദ്യപിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എടാ മഗ്രാത്തിന്റെ യോർക്കർ പോലെടുത്ത സച്ചിൻ 6 അടിച്ചത്. എന്നിട്ടെന്താ അടുത്ത ബോളിൽ ഔട്ട് ആയില്ലേ സച്ചിൻ? ഔട്ട് എന്ത് ഔട്ട്? LB ഒന്നല്ല, വെറുതെ കൊടുത്തതാണ്. എടാ അമ്പയർ ഇങ്ങനെ കൈ പൊക്കി LB അത് ഔട്ടാണ്. സച്ചിൻ സെഞ്ചുറി അടിച്ച ശേഷം വെറുതെ LB കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ സെഞ്ചുറി അടിച്ചിട്ട് എന്ത് കിട്ടാനാ? നീ മഗ്രാത്തിന്റെ ബോളിംഗ് കണ്ടോ? എന്ത് സ്പീഡ്! എടാ അമ്പയർ ഇങ്ങനെ LB വിളിച്ച് കൈ പൊക്കിയാൽ അത് ഔട്ടാണ്. ഇത് ശരിയാവൂല. ഈ സമൂഹ മദ്യപാനം ഇവിടെ പറ്റൂല. ഇതെന്റെ വീടാണേ. ഞാൻ നിങ്ങളുടെ അവിടെ ഒന്ന് മദ്യപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മര്യാദയ്ക്കാ ഒരു തവണ ഇവിടെ ആയിക്കോട്ടെ എന്ന് വെച്ച്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. വല്ലപ്പോഴും മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ തനിച്ച് തന്നെ ആയിക്കോളാം. ഈ ഗ്രൂപ്പ് മദ്യപാനം വേണ്ട. ഇന്നിപ്പോ ഏതായാലും നടക്കട്ടെ, ഇനി വേണ്ട. ഇതിപ്പോ ഗോപിനാഥൻ സാർ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഇരിക്കണ്ടെന്നാണ്. നമുക്ക് പോവാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് കരുതിയിട്ട് പോവാണെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. വാടാ പോവാം. വാടാ. പുറത്ത് നല്ല അടിപൊളി ബാറുണ്ട്. നിനക്കൊക്കെ ബാറിൽ നിന്ന് മദ്യം മേടിച്ചു തരണം അല്ലേ? ഇറങ്ങിയ കാശുണ്ടെങ്കിൽ മദ്യം കിട്ടില്ലേ ഇഷ്ടം പോലെ. ഭക്ഷണം റെഡിയായി, ഞാൻ പൊയ്ക്കോട്ടെ. ശ്യാമള പോയാലെങ്ങനെ? ഭക്ഷണം കഴിക്കണ്ടേ?
അവരൊക്കെ പോയി. ഭർത്താവിനെന്താ അസുഖം? എപ്പോഴും ക്ഷീണ, കിടപ്പ് തന്നെ. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഒരു ഗുണവുമില്ല. നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂല, ദഹിക്കൂല. ശ്യാമള വിഷമിക്കാതിരിക്കേ. എല്ലാ തരക്കാരോടും ഒരുപോലെ സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഗോപിനാഥ മേനോൻ സാർ. എൻ്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ.